നമസ്കാരം അല്ലെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ചില വിശേഷങ്ങൾ, ചില വിഷയങ്ങൾ നമ്മൾ ഒന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്ന് കരുതിയാൽ പോലും ചിലത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സുരേഷ് ഗോപി MP, അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി. അദ്ദേഹം ഓരോ മലയാളിയുടെയും അതല്ലെങ്കിൽ ഓരോ ഹിന്ദുവിന്റെയും അഭിമാനം തന്നെയാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. കാരണം മാത്രമല്ല, ഓരോ BJP-ക്കാരുടെ ആയാലും RSS-കാരുടെ ആയാലും ഇനി ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്ത്യൻസ് സുരേഷ് ഗോപിക്ക് ഒരു കൂട്ടത്തോടു കൂടി വോട്ട് ചെയ്ത അത്തരത്തിലുള്ള വിഭാഗത്തെയാണെങ്കിലും അവരുടെയൊക്കെ ഒരു താരരാജാവ് തന്നെയാണ് സുരേഷ് ഗോപി. അത്തരത്തിൽ 50,000-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആ മാന്യ വ്യക്തിയെ, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധ ചെറ്റത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. അതിന്റെ അവസാനത്തെ വേർഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ കേരള ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. ജനങ്ങളുടെ, തനിക്ക് വോട്ട് കുത്തി വിജയിപ്പിച്ചിട്ടുള്ള ജനങ്ങൾക്കിടയിലേക്ക്, പണ്ടൊക്കെ നമ്മൾക്കറിയാം ഏതെങ്കിലും കലുങ്കിൽ ഇരുന്നിട്ടോ അതല്ലെങ്കിൽ ചായക്കടയിൽ ഇരുന്നൊക്കെ രാഷ്ട്രീയം പറയുന്ന ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരെയൊക്കെ നമ്മൾക്കറിയാം, നമ്മുടെ പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ നമ്മൾക്കറിയാം. അതേ രീതിയിലേക്ക്, ആ സ്റ്റൈലിലേക്ക് ഏതൊരു സാധാരണക്കാരനും തന്നെ വിജയിപ്പിച്ച ആളുകൾക്ക് തന്റെ മുന്നിൽ വന്നുകൊണ്ട് തനിക്ക് നിർവഹിച്ചു തരാൻ പറ്റുന്ന എല്ലാ പരാതികളും തന്നിൽ അർപ്പിക്കാമെന്നും ആ പരാതികൾക്ക് തന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അതല്ലെങ്കിൽ അദ്ദേഹം അത് സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ചുമയും ജലദോഷമാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്ഷമിക്കുക. ഇത്തരത്തിൽ കലുങ്കിലിരുന്നും അതുപോലെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള തറകളിലിരുന്നൊക്കെ അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും അവസാനം വന്ന 2 സംവാദങ്ങളിൽ പ്രശ്നാധിഷ്ഠിതമായിട്ട് നമ്മൾ കണ്ടത് ഒരു ഗോപാലൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഒരു ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നമ്മൾ അപമാനിക്കല്ല, പക്ഷെ ആ കുടിലിന്റെ വാതിൽക്ക് നമ്മൾ എല്ലാവരും കണ്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നശിച്ച കൊടി നമ്മൾ എല്ലാവരും കണ്ടു. ഇത്രയും ഈ നാട്, ഈ കേരളം ഇത്രയും കട്ടുമുടിച്ച് ഭരിക്കുന്ന പിണറായി വിജയനെ, ആ മനുഷ്യന്റെ 10-70 വയസ്സ് കഴിഞ്ഞ ആ മനുഷ്യനെ ഒരു ചെറിയൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റാതെ ആ അവസാനമായാൽ എല്ലാ ഗതിയും പരഗതിയും പെട്ട് എല്ലാം കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെ കാൽക്കൽ അഭയം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ കാല് പിടിപ്പിക്കുന്നു എന്നല്ല ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ അഭയം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ അടുത്തെത്തുന്നു. എന്നിട്ടോ അദ്ദേഹം സുരേഷ് ഗോപി സാറുമായിട്ട് സംസാരിക്കുന്നു. സുരേഷ് ഗോപി സാർ സ്പോട്ടിൽ തന്നെ പറയുന്നു, ഇത് എന്റെ വകയിൽ ഒതുങ്ങുന്നതല്ല, എന്റെ കൊക്കിൽ ഒതുങ്ങുന്നതല്ല, ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ പെട്ടതാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പക്ഷെ അതിന് സുരേഷ് ഗോപി സാറിന്റെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് ഇന്ന് കേരള ജനതയ്ക്ക് പൂർണ്ണമായിട്ട് അറിയുന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെയാണ്, ഉള്ളത് മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയും എന്നുള്ളതും സത്യത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പല സമയങ്ങളിലും ഞാൻ എന്റെ മനസ്സിൽ ഓർത്തു പോകാറുണ്ട്, സുരേഷ് ഗോപി സാറെ പോലെയുള്ള പൂർണ്ണമായിട്ടും അത്ര കണ്ട് പ്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യൻ, അത്ര കണ്ട് സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനൊന്നും പറ്റിയതല്ല ഇന്നത്തെ രാഷ്ട്രീയം. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയം കുതികാൽ വെട്ടും, ആളുകളുടെ മുഖത്ത് നോക്കി വെളുക്ക ചിരിച്ചുകൊണ്ട് അവന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ കട്ടെടുത്ത് നക്കി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന വൃത്തികെട്ട ജന്തുക്കളുടെ രാഷ്ട്രീയമാണ് ഇന്നുള്ളത്. ജന്തുക്കളെ എന്നും പറയാൻ പറ്റില്ല, ജന്തുക്കളൊക്കെ ഇതിനേക്കാൾ എത്ര മാന്യമാണ്. കാരണം അവരുടെ കാട് അവർ വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. ആ കാടിലേക്ക് ആരെങ്കിലും വന്നാൽ മാത്രമേ അവർ ഉപദ്രവിക്കുള്ളൂ. പക്ഷെ ഈ കേരളം എന്ന് പറയുന്ന ഈ മഹാരാജ്യം, കേരള രാജ്യം, കോരന്റെ മോൻ ഭരിക്കുന്ന, ആദ്യത്തെ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്നവൻ ഭരിക്കുന്ന, ഇന്ന് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ടും തള്ളിനൊരു കുറവുമില്ലാതെ ഭരിക്കപ്പെടുന്ന ഈ കേരളത്തിൽ കേരളത്തിൽ എന്നല്ല എവിടെയും സുരേഷ് ഗോപി സാറിനെ പോലെയുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ കുപ്പായം ചേരുന്നതല്ല എന്നുള്ളത്. പക്ഷെ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലൂടെ അല്ലാതെ വന്നുകൊണ്ട് ചെയ്യാതിരിക്കാനും ആവില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിലൂടെ എത്തി അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ ആ വൃദ്ധനോട് പറയുന്നു, നിങ്ങൾ സംസ്ഥാന സർക്കാരുമായി സമീപിക്കുന്നു പറയുന്നു. പക്ഷെ ആ വൃദ്ധന്റെ ആ രാഷ്ട്രീയ കണ്ണുകൾ, അവിടെയും അയാളുടെ ആ കുടില കണ്ണുകൾ നമ്മൾ കണ്ടതാണ്. അയാൾ മാധ്യമങ്ങളോട് പറയുന്നു, സുരേഷ് ഗോപി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇത് പറയാൻ പാടില്ലായിരുന്നു. നോക്കൂ, 10-75 വർഷമായിട്ട് ഈ കിളവന്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വീട് കൊടുത്തില്ല. അത് അവസാനം ഈ സുരേഷ് ഗോപിയോട് ചെന്ന് പറയുന്നു. സുരേഷ് ഗോപി വളരെ മാന്യമായി തന്നെ ഇത് എന്റെ പരിധിയിൽ പെട്ടതല്ലെന്ന് പറയുന്നു.
അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇതാ ഈ കിളവനെ വയോധികനെ അപമാനിച്ചെന്ന് പറഞ്ഞ് മാമാ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ അക്ഷരത്തിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൂട്ടിയാണ് പറയുകയാണ്. അതായത് സ്വന്തം വീട്ടിലെ സ്ത്രീജനങ്ങള്, ഭാര്യയായാലും മകളായാലും അമ്മയായാലും സഹോദരിയായാലും അവരെ വരെ കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും മാമാ മാധ്യമ പ്രവർത്തനം നടത്തി ഞങ്ങൾ തിന്നും, അതല്ലെങ്കിൽ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായിട്ട് വാർത്തകൾ ചമയ്ക്കുന്ന ഞങ്ങൾ ഇങ്ങനെ തന്നെ പോവുള്ളൂ എന്നുള്ളത് ഏതെങ്കിലും ഒരു തന്തയുടെ ഗുണം കാണിക്കുക അല്ലെങ്കിൽ ബാപ്പയുടെ ഗുണം കാണിക്കാനോ പറയാനോ ഇല്ലാത്ത അത്രകെട്ട് വൃത്തികെട്ട നപുംസകങ്ങൾ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വേറെ ഒരു പുതിയ വൃത്തികെട്ട ആളുകളുടെ വിഭാഗമായി നമ്മൾ ഈ മാധ്യമങ്ങളെ കാണേണ്ടതുണ്ട്. ഇന്നത്തെ മുഖ്യധാരാ പത്രമാധ്യമങ്ങൾ കേരളത്തിലെ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ പച്ച നുണ പടച്ചിറക്കി വീണ്ടും സുരേഷ് ഗോപി സാർ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെയോ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു അമ്മ കരുവന്നൂർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോപ്പറേറ്റീവ് ബാങ്കിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കട്ടെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് സഖാക്കന്മാരെ വഞ്ചിച്ച ആ തട്ടിപ്പ് കേസിലെ ഒരു ഇരയാക്കപ്പെട്ട ഒരമ്മ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്നു, സർ എന്റെ പൈസ വാങ്ങിത്തരണം എന്ന് പറയുന്നു. സുരേഷ് ഗോപി സാർ പറയുന്നു, നോക്കൂ അത് നിങ്ങളുടെ MLA പറയുന്നു, മന്ത്രിയോട് പറയൂ എന്ന് പറയുന്നു. അതും അദ്ദേഹത്തിന്റെ സദാസിദ്ധമായിട്ടുള്ള ആ ഒരു വാക്ചാതുരിയോടുകൂടി അതല്ലെങ്കിൽ ആ ഒരു ശൈലിയോടുകൂടി പറയുന്നു. ആ അമ്മ പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നും അവരെ നിഷ്കളങ്കമായി തന്നെയാണ് കേട്ടോ ആ അമ്മ പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ കാണേണ്ട സ്ത്രീയാണ്, വയസ്സുള്ള സ്ത്രീയാണ്. അവർ പറയുന്നു എനിക്ക് അവരൊന്നും പോയി കാണാൻ പറ്റില്ല സർ എന്ന് പറയുന്നു. ഇവിടെ സത്യത്തിൽ സുരേഷ് ഗോപി സാറിന് പറ്റിയ കുറച്ച് തെറ്റുകളുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായിക്കോട്ടെ അത്തരത്തിലൊരു വലിയ പരാതിയുമായിട്ട് അവർ ചെല്ലുമ്പോൾ ഒരു ആശ്രയവും ഇല്ലാത്ത അവസാനത്തെ ആശ്രയം എന്നുള്ള രീതിയിൽ, അവസാനത്തെ അത്താണി എന്നുള്ള രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി സാറിനെ ഒരു ദൈവമായി കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വളരെ പരുഷമായി സംസാരിക്കുക, അദ്ദേഹത്തിന്റെ ശൈലിയാണ് നമ്മൾക്കറിയാം, വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളത്. പക്ഷെ അത് അവരുടെ ആ വയസ്സിനെങ്കിലും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. കാരണം ആ അച്ഛനായാലും ആ അമ്മയായാലും അവരുടെ മനസ്സ് വേദനിക്കുന്ന വാക്കുകളാണ് എന്നിൽ നിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് എക്സ്പീരിയൻസിലൂടെ കിട്ടേണ്ടതാണോ ഇനിയും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും ആ അമ്മയോട് അദ്ദേഹം പറയുന്നു, ഇതെന്റെ നിങ്ങളുടെ MLA അടുത്ത് പോയി പറയൂ, MP അടുത്ത് പോയിട്ട് പറയൂ എന്ന് പറയുന്നു. പക്ഷേ ആ അമ്മ ഇങ്ങനെ പറയുന്നു, എനിക്ക് അവരെ ഒന്നും പോയി കാണാൻ പറ്റില്ല സർ, എനിക്കതൊന്നും അറിയില്ല സർ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് വലിയൊരു ക്രൂരതയോടുകൂടിയുള്ള വാക്ക് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ എല്ലാം കൂടെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നോക്കൂ, അതൊന്നും ഒരു അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വാക്കൊന്നുമല്ല. അത് സത്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ അതല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ ആത്മാർത്ഥമായ ബഹുമാനത്തോടെ ജനങ്ങളെ കാണുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് സംശയമാണ്. കാരണം നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ, അത് അമ്മമാരായാലും സഹോദരിമാരായാലും സഹോദരന്മാരായാലും നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ പോലും നമ്മളോടൊക്കെ പല കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മൾ ചോദിക്കാറും പറയാറുമുണ്ട്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കഴിയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും. നോക്കൂ, ഇത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല കേട്ടോ, എന്നാലും എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. ആ ഒരു ആശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്ന അമ്മയും അച്ഛനൊക്കെ ഒക്കെ ആവുമ്പോൾ അവരോട് എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ എന്ന് സിനിമ സ്റ്റൈലിലൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ അമ്മയായിരുന്നെങ്കിൽ, അവർ പാർട്ടി രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, ഇന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അവരുടെ എല്ലാം മന്ത്രിയാണ്, അല്ലാതെ ഇന്ത്യയുടെ മന്ത്രിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ മന്ത്രി ആയത് എന്ന് ചോദ്യം ആ അമ്മ ചോദിക്കാഞ്ഞത് ഭാഗ്യമാണ്. കാരണം തൃശ്ശൂരുകാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായത്, അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രി ആവില്ലല്ലോ ഇന്ത്യയുടെ മന്ത്രി. അപ്പോൾ ഇന്ത്യയുടെ മന്ത്രിയേക്കാൾ ഉപരി അദ്ദേഹം തൃശ്ശൂരിന്റെ MP ആണ് എന്ന ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഈ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ വെട്ടിത്തുറന്ന് പറയുന്ന ആളുകൾക്കൊന്നും പറ്റിയതല്ല സത്യത്തിൽ രാഷ്ട്രീയം. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾക്കറിയാം TP സെൻകുമാർ, അതല്ലെങ്കിൽ ജേക്കബ് തോമസ് സാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, എന്തിനേറെ പെട്രോമാൻ ശ്രീധരൻ സാർ അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കടന്നു വന്നിട്ടുള്ള കൈപ്പേറിയ പാതയിൽ അവരെല്ലാം വെട്ടിപ്പിടിച്ചത് ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊണ്ട് തന്നെയാണ്, സ്വന്തം കഴിവ് കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി സാറും തൃശ്ശൂരിൽ വിജയിച്ചത്. അദ്ദേഹം അതിനേറ്റ പഴിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കേട്ടതാണ്. തന്റെ മകളോളം പ്രായമുള്ള ഒരു സ്ത്രീ തന്നെ അങ്കിളെ അല്ലെങ്കിൽ അച്ഛ എന്ന് പോലും വിളിക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി എത്രയോ മാസങ്ങൾ തന്നോടൊപ്പം പ്രവർത്തിച്ച ഒരു സ്ത്രീ, അതും മാധ്യമ പ്രവർത്തകയായിരുന്നു എന്നതാണ് വലിയ ദൗർഭാഗ്യം എന്ന് പറയേണ്ടത്. ആ സ്ത്രീ അവസാനം അദ്ദേഹത്തിനെതിരെ പീഡന പരാതി വരെ ആരോപിച്ച് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. വൃത്തികെട്ട രാഷ്ട്രീയം അതല്ലെങ്കിൽ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകർ, അത് പ്രവർത്തകയാണെങ്കിലും പ്രവർത്തകൻ ആണെങ്കിലും എങ്ങനെ ആവാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഈ മലയാള മാധ്യമങ്ങൾ, മാധ്യമങ്ങളുടെ മുൻപിൽ അദ്ദേഹം ഇനി കുറച്ചുകൂടി
പക്വതയോടുകൂടി സംസാരിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ സാധാരണക്കാർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ്, ശീലമാണെന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന 1000-ഓ 2000-ഓ വേണ്ട 10,000-ഓ ആളുകൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ലോകത്താകമാനം കോടിക്കണക്കിന് വരുന്ന മലയാളികളാണ് ഇത് കാണുന്നത്. ആ കാണുന്ന മലയാളികൾ സങ്കുചിത ചിന്താഗതിക്കാരനായി മാറിയോ സുരേഷ് ഗോപി, അതല്ലെങ്കിൽ ജയിച്ചതോടുകൂടി ഇദ്ദേഹത്തിന് തണ്ടുകൂടിയോ അഹങ്കാരം കൂടിയോ എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ബി.ജെ.പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി അല്ല അദ്ദേഹം. ബി.ജെ.പിക്ക് വേണ്ടി മാത്രം വിജയിപ്പിക്കപ്പെട്ട ജയിക്കപ്പെട്ട MP അല്ല അദ്ദേഹം. അദ്ദേഹം ഒരു പൊതു സ്വത്താണ്. അതുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കാരനാണെങ്കിലും ഇനി എന്തിനേറെ ഇസ്ലാമിക ജിഹാദികളാണെങ്കിൽ പോലും അവരോട് അവരുടെ പരാതികൾ കേട്ടറിഞ്ഞ ശേഷം തന്നാൽ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ വളരെ മിതമായ ഭാഷയിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിന് ഒരു ന്യായീകരണവും ഇല്ല, എന്റെ ശീലം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത്. അത് ധാർഷ്ട്യത്തിന്റെ ഭാഷ മാത്രമാണെന്ന് പറയേണ്ടതുണ്ട്. മറ്റ് ഒന്നാണ്, എനിക്ക് പണ്ട് സുരേഷ് ഗോപി സാറിന്റെ ഇടതും വലതും ഒക്കെ ആദ്യം 2 ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് അനീഷ് കുമാറാണ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റ് ആയി പോയി തോന്നുന്നു. പിന്നെ മറ്റൊന്നാണ് ഹരി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഹരി. ഈ അഡ്വക്കേറ്റ് ഹരിയാണ് മറ്റൊരാൾ അപ്പുറം നിന്നിട്ട്. എന്തായാലും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച 2 വ്യക്തികൾ തന്നെയാണ് ഈ 2 പേർ. അതിൽ ഈ ഹരിയുമായിട്ട് എനിക്കൊരു ഒരു ചെറിയൊരു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സുഖകരമല്ലാത്തൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം പലപ്പോഴും സുരേഷ് ഗോപി സാറിലേക്ക് സാധാരണക്കാരന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹരി എന്ന് പറയുന്ന മനുഷ്യനെ പോലെയുള്ള ക്രൂരതയുള്ള ഒരു മനുഷ്യൻ എന്നാണ് എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അതായത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു സഹോദരി തുല്യായിട്ടുള്ള ഒരു സഹോദരി എന്നെ ബന്ധപ്പെട്ടിട്ട്, അതും ബി.ജെ.പിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരി, അവരെന്നെ വിളിച്ചിട്ട് വഹിച്ചിട്ട് എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ എന്താണ് സഹോദരി പറയും. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞ് ഒരു പ്രബന്ധം സുരേഷ് ഗോപിക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വർഷങ്ങളെടുത്ത് ഞാൻ തയ്യാറാക്കിയതാണ്. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു പ്രബന്ധമാണ്. അങ്ങനെ അവർ തയ്യാറാക്കിയ, അങ്ങനെ ഞാൻ അന്ന് നിവേദിത ചേച്ചി ആയിരുന്നു, എനിക്ക് തോന്നുന്നു മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു നിവേദിത ചേച്ചി. അപ്പൊ ഈ ചേച്ചിയെ വിളിച്ചു, കാരണം തൃശ്ശൂർ MP ആണല്ലോ ഇദ്ദേഹം. അപ്പോ തൃശ്ശൂർ MP ആയിട്ടുള്ള സജീവമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ചേച്ചി പറഞ്ഞു, ബൈജുജി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനീഷിനെ അല്ലെങ്കിൽ ഹരിയെ വിളിക്കൂ, ഹരിയെ വിളിക്കുകയായിരിക്കും നല്ലത്, അനീഷ് തിരക്കായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഈ അഡ്വക്കേറ്റ് ഹരിയെ ഞാൻ വിളിക്കുന്നു. ഈ അഡ്വക്കേറ്റ് ഹരിയെ വിളിച്ച സമയത്ത് അയാൾ തികച്ചും ധാർഷ്ട്യകരമായിട്ട് തന്നെ, നമ്മളൊക്കെ വളരെ മാന്യമായിട്ട് കൂളായിട്ട് മാത്രമേ ഒരു മനുഷ്യനോട് വളരെ സ്നേഹത്തോട് കൂടി ഹരിജി ഇന്ന ആളാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു വിഷയം അവതരിപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം എടുത്തടിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഓവർ സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിലുള്ള അമിതമായിട്ടുള്ള അധികാരം, അതായിരിക്കാം അയാളെ കൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കുക. അയാൾ പറഞ്ഞെന്നറിയാമോ, ഈ പ്രബന്ധം ഇവന്റെ അടുത്ത് നേരിട്ട് ഈ സഹോദരി ചെന്ന് സബ്മിറ്റ് ചെയ്യണത്രേ. ഇവന്റെ സൂക്കട് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന കാര്യമുണ്ട്, അപ്പൊ നിങ്ങളെ നമ്മുടെ ഒരു സഹോദരി വിളിക്കൂട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഓക്കെ ബൈജുജി, ഓക്കെ നമ്പർ കൊടുത്തോളൂ, എന്നെ വിളിക്കാൻ പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ഈ സഹോദരിക്ക് ഈ നമ്പർ കൊടുക്കുന്നു. നോക്കൂ, ചിലരുടെയൊക്കെ ഈ മാനസിക വൈകൃതങ്ങളൊക്കെ പൊട്ടി ഒഴുകുക ഇത്തരത്തിൽ സ്ത്രീകളൊക്കെ വിളിക്കുമ്പോഴാണ് എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ട് എനിക്ക് നേരിട്ട അനുഭവം. അത് സാക്ഷ്യപ്പെടുത്തിയത് അങ്ങനെയാണ്. അങ്ങനെ ഈ ഹരിയെ എന്റെ സഹോദരി വിളിക്കുന്നു. വിളിച്ച സമയത്ത് ഇവൻ പറഞ്ഞത് അവരോട് ഇങ്ങനെയാണ്, നിങ്ങൾ ആ പ്രബന്ധമായിട്ട് എന്റെ അടുത്ത് വരിക, എന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടെ, നിങ്ങൾ നേരിൽ വരിക എന്ന് പറയുന്നു. ആ സഹോദരി എന്നെ വിളിച്ചിട്ട്, ബൈചേട്ടാ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇത് നോക്കി വായിച്ചതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാമെന്നാണ്. അങ്ങനെ ഞാൻ ഇയാളെ വീണ്ടും വിളിക്കുന്നു. വിളിച്ചിട്ട് ഞാൻ ഇയാളോട് ചോദിക്കുന്നു, ഹരി എന്താണ് നിങ്ങൾ ആ സ്ത്രീയോട് അങ്ങനെ സംസാരിച്ചതെന്ന് ചോദിക്കുന്നു. അതിൽ അയാള് എന്താ പറയാ, കയ്യോടുകൂടി പിടിക്കപ്പെട്ടു എന്ന ബോധ്യം വന്നതോടുകൂടി അയാൾ പിന്നെ തട്ടിക്കയറാൻ ശ്രമിക്കുന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ, അത് ഞാൻ പറഞ്ഞു, നീ ആരായാലും എനിക്ക് എന്താടാ ഡേഷ എന്ന് തന്നെ പച്ചയ്ക്ക് വിളിക്കുന്നു. കാരണം ആ ഡേഷ ഞാൻ ഫില്ലപ്പ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് പകൽ ഒരു മുഖം അണിഞ്ഞു നടക്കുന്ന, രാത്രി ആയാലോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ മുൻപിലോ മറ്റൊരു മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന വൃത്തികെട്ട ജന്തുക്കൾ, വൃത്തികെട്ട ചെറ്റകൾ, ആ ചെറ്റകളെ ഞാൻ അതേ ഭാഷയിൽ തന്നെയാണ് വിളിക്കുക. അങ്ങനെ ഹരിയോട് ഞാൻ പറഞ്ഞു, നിന്റെ സൂക്കേടിന് മരുന്നിന്റെ കയ്യിലുണ്ട്, അത് തരാൻ അറിയാത്തത് കൊണ്ടുമല്ല എന്ന് പറഞ്ഞ് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പിന്നീട് സുരേഷ് ഗോപി സാറിന്റെ ഈ പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിനിപ്പോ ഒരു നെഗറ്റീവ് അവിടെ ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം
ഞാൻ ആ വിഷയം ഒഴിവാക്കുകയായിരുന്നു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സാരമില്ല, നമുക്ക് വേറെ വഴി ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ഈ മാധ്യമ പ്രവർത്തന മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ സുരേഷ് ഗോപി സാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അത് സബ്മിറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ആ കുട്ടിയെ സഹായിക്കാൻ പറ്റി. അതുകൊണ്ട് ആ ഭാഗം അങ്ങനെ വിട്ടുകളഞ്ഞു. പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഇതാണ്, ചിലരുടെ സമ്മർദ്ദം അതല്ലെങ്കിൽ ചിലരുടെ ഈ എന്ത് കാട്ടിയാലും എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്തോ, ഞങ്ങളുണ്ട് എല്ലാത്തിനും എന്നുള്ളൊരു ധാരണ സുരേഷ് ഗോപി സാറിന് വന്നു പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഹരി എന്ന് പറയുന്നവൻ എത്രത്തോളം അവിടെ പ്രവർത്തിച്ചുകൊണ്ട് സുരേഷ് ഗോപി സാറെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പലരും മിണ്ടാതെ ഇരിക്കുന്നത് എന്നാൽ കൂട്ടിയാൽ കൂട്ടുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരിക്കാമെന്ന് മൗനം പാലിക്കുന്ന നമ്മുടെ പാർട്ടിയല്ലേ, നമ്മുടെ സുരേഷ് ഗോപി സാറല്ലേ, ഞാനായിട്ട് ചെറിയൊരു പേരുദോഷം വരുത്തേണ്ട എന്ന് അത്ര കണ്ട് പവിത്രമായി ചിന്തിക്കുന്ന നമ്മുടെ സഹോദരിമാരായതുകൊണ്ട് മൗനം പാലിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഹരിയെ പോലെയുള്ള, ഞാൻ ശുദ്ധ ഭാഷയിൽ തന്നെ അന്ന് അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള ചെറ്റകളാണ് ഇത്തരത്തിൽ ഓരോ സംഘടനയ്ക്കും വരുന്ന ഇത്തരത്തിലുള്ള പേരുദോഷത്തിന് കാരണമെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അയാളോട്. അത്തരത്തിലുള്ള ഈ ഹരിയുടെ അപ്പുറവും അല്ലെങ്കിൽ അനീഷ് ഇപ്പൊ എല്ലാം തോന്നും ഇവരൊക്കെ അപ്പുറം നിന്നോട്ടെ, നമ്മൾക്ക് അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾക്ക് സുരേഷ് ഗോപി സാറിനെ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിനെ കയ്യും കാലും പിടിച്ചിട്ട് സാധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആരുടെയും മുന്നിൽ പോയി കയ്യും കാലും പിടിച്ച് വാലാട്ടി നിന്നിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊതുവായിട്ട് തന്നെ എവിടെയാണെങ്കിലും അദ്ദേഹം വരുന്ന സ്ഥലത്ത് നമുക്ക് പോകാനുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് മാധ്യമ പ്രവർത്തന മേഖലയുള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും അതിനുള്ള റൈറ്റ്സ്, എനിക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തു നിന്നുകൊണ്ട് സംസാരിക്കാനൊന്നും ശ്രമിക്കാറില്ല. കാരണം അതിന്റെ ആവശ്യം നമ്മൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ കടന്നു പോകുന്നത്. ബി.ജെ.പിക്ക് എക്കാലത്തും അഭിമാനിക്കാനുള്ള സുരേഷ് ഗോപി സാറെ പോലെയുള്ള ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആ MP അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ ശരങ്ങളായിട്ട് പുറത്തു ചാടുമ്പോൾ നമ്മുടെ വീട്ടിലും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മമാരും നിഷ്കളങ്കരായിട്ടുള്ള അച്ഛനും അമ്മമാരും, ആ അമ്മയൊക്കെ നിഷ്കളങ്കയായിട്ടുള്ള അമ്മ തന്നെയാണ്. അവർ ഒരു പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിലും എന്റെ അമ്മയും എന്റെ സഹോദരിയും എന്റെ സഹോദരൻ അടക്കമുള്ളവർ അച്ഛൻ മരിച്ചുപോയി എന്നേ ഉള്ളൂ. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് കുത്തി ജനിച്ച് ജീവിച്ചവർ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലായി അവരെല്ലാവരും പുറത്തോട്ട് വരാൻ കാണിക്കുന്ന ആ വ്യഗ്രത കൊണ്ട് പുറത്ത് ഓരോരുത്തരും വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി സാറിനെ കാണിച്ച് നമ്മൾ നാലാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൽ നിന്ന് അറിയാതെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ള ആ ഒരു വിശേഷണ ഗുണം കൊണ്ട് 10 ആൾ ഇത് കാണുമ്പോൾ അയ്യേ ഇതാണോ ജയിക്കപ്പെട്ട ഒരുത്തന്റെ സ്വഭാവം ഇതാണോ എന്ന് ഏതെങ്കിലും ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അടിക്കുന്ന നെഗറ്റീവ് അത് വലിയൊരു നെഗറ്റീവ് തന്നെയായിരിക്കും. പടിക്കലെത്തി കലമുടയ്ക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ളം കോരി അവസാനം പടിക്കലെത്തുമ്പോൾ ആ കലട്ട ഉടയ്ക്കുക എന്നുള്ള രീതിയിൽ അത്തരത്തിലാണ് സുരേഷ് ഗോപി സാറിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ആ 2 ഇൻസിഡന്റിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം എനിക്ക് തോന്നിയത് എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാവരും ആ ഒരു ആരാധനയോടുകൂടി മാത്രം കാണുമ്പോൾ ചിലപ്പോൾ അത് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ഇരകളാക്കപ്പെടുന്ന അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അവരുടെ മുതലെടുപ്പ് എന്തോ ആയിക്കോട്ടെ, എന്നിരുന്നാലും അവരുടെ ദൈന്യത നമ്മൾ കാണേണ്ടതുണ്ട്. അത്ര കണ്ട് ഗതി കെട്ടിട്ടാണ് സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് അവരെത്തുന്നത്. അങ്ങനെ എത്തുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട്. നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപ ചോദിച്ച് കടം ചോദിച്ചോ അല്ലെങ്കിൽ സഹായിക്കണമെന്നോ പറഞ്ഞ ഒരാൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ പടി കടന്ന് വരുമ്പോൾ തന്നെ വിട്ടോ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കേസല്ല, ഓട് എന്ന് പറഞ്ഞ് ഓടിപ്പിക്കലാണോ നമ്മൾ ചെയ്യുക? അങ്ങനെ നോർമലായിട്ട് സാധാരണ ഒരു മനുഷ്യന്റെ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. അദ്ദേഹം അസാധാരണ മനുഷ്യൻ തന്നെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഓരോ സാധാരണക്കാരായുള്ള ജനങ്ങൾ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിനൊരു വിങ്ങലുണ്ടായിരിക്കാം. ആ വിങ്ങൽ ഒരു ശാപമായിട്ട് പോലും ഈ നിഷ്കളങ്കനായിട്ടുള്ള സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരുപാട് മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആ നന്മകളുടെ പേരിൽ പോലും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് ചെറിയൊരു ശാപമായിട്ട് പോലും അത് വന്നു ഭവിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിന്റെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് നടക്കുന്ന കുറെ തീറ്റി പണ്ടാരങ്ങൾ ഉണ്ടായിരിക്കാം. ഇത്തരത്തിൽ സ്ത്രീ ജനങ്ങളോട് സഹവസിക്കുമ്പോൾ അവനെയൊക്കെ ചെന്ന് കണ്ട് അവന്റെയൊക്കെ കണ്ണിന് കുളിർമയേകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ വെടലന്മാരുണ്ടായിരിക്കാം. ആ വെടലകളുടെയൊക്കെ ആ ഒരു സ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന് അതല്ലെങ്കിൽ ഈ വെടലകളുടെ സുഖത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു ചെറിയ ശാപം പോലും ഏൽക്കാൻ പാടില്ല എന്ന വലിയ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറയുന്നത്.
അല്ലാതെ എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ എന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെയാ നിന്നാലാണോ നിലനിൽക്കുക എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയം. അത് ഇന്നത്തെ കാലത്ത് BJP ആണ്. ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദിജി എന്ന് പറയുന്ന എന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ലോകത്തിന് മുൻപിൽ എന്റെ ഭാരതത്തെ ഉയർത്തിക്കാട്ടുന്നത് ഏത് രീതി എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എന്റെ രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം എന്റേത് BJP ആണ്. പക്ഷെ എന്റെ രാജ്യത്തിനെതിരായും എന്റെ സമുദായത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരായിട്ടും ഇവിടെ ആരെന്ത് ചെയ്താലും അവിടെ എനിക്ക് രാഷ്ട്രീയമില്ല. അവിടെ ഞാൻ വെറും ഒരു ഹിന്ദു തന്നെയാണ്, ഒരു തീവ്രവാദി ഹിന്ദു തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയക്കാരോട് പ്രത്യേകിച്ചൊരു മമതയോ പ്രത്യേകിച്ചൊരു വെറുപ്പോ ഇല്ല, വിദ്വേഷമോ ഇല്ല. ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപി സാറായാലും ഈ പറയുന്ന ഒരുപാട് നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണുന്നതും അവരുമായിട്ട് സഹവസിക്കുന്നതും. നമ്മളാൽ കഴിയുന്ന, എന്റെ മേഖല ഇത്തരത്തിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിൽ ചെറിയൊരു ചാനൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ രീതിയിലൂടെ ഒട്ടേറെ കേസുകളാണെങ്കിലും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും എന്നിരുന്നാലും വേണ്ടില്ല, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന ആ ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആളുടെ മുമ്പിൽ ചെന്ന് നട്ടല് വളച്ചുകൊണ്ട് അവന് മുൻപിൽ വാലാട്ടി നിന്ന് അവന് സെല്യൂട്ട് അടിച്ചിട്ടുള്ള ഒരു കാര്യവും എനിക്ക് നേടേണ്ടതില്ല. എനിക്ക് നേടാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമവുമില്ല. എനിക്ക് ഇനി ഒരുപാട് ആഗ്രഹിച്ച് വലിയതായിട്ട് നേടാനും ഒന്നുമില്ല. ഈ പോകുന്ന രീതിയിൽ തന്നെ ജീവനുള്ളിടത്തോളം കാലം, ആയുസ്സുള്ളിടത്തോളം കാലം, ശക്തിയുള്ളിടത്തോളം കാലം എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് ഇനിയും ഇതുപോലെ ഉറക്കെ എന്നാൽ കഴിയുന്ന ഭാഷയിൽ കഴിയുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സുരേഷ് ഗോപി സാറിന്റെ ഒരുപാട് ഇഷ്ടത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തോടുള്ള ആ ഒരു പ്രതികരണം എന്റെ അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ആ ഇരകളായി വരുന്ന ആ പാവം പിടിച്ച മനുഷ്യന്മാരുടെ വേദന അല്പം അദ്ദേഹം മനസ്സിലാക്കണമെന്ന ആ സ്നേഹത്തോടെയുള്ള റിക്വസ്റ്റിന് വേണ്ടി മാത്രമാണ് എന്റെ ഈ വാക്കുകൾ. അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾ മറ്റാർക്കെങ്കിലും വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർദാക്ഷിണ്യം ക്ഷമ ചോദിക്കുകയാണ്, മാപ്പ് ചോദിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.